എല്ലാവർക്കും നമസ്കാരം. കൈപ്പുണ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു സീബ്ര കേക്കാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ, കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം ഞാൻ ഈ മൈദയിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നന്നായി മിക്സ് ചെയ്ത് അരിപ്പയിലൊന്ന് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇടഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാവരുടെയും ഒരുപോലെ എത്തിക്കോളും. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ ചേർത്തിട്ട് നന്നായിട്ട് 4 വശവും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഇത് എണ്ണ റെഡിയാക്കിയതുപോലെ തന്നെ 4 വശവും ഈ മൈദപ്പൊടി നമ്മൾ ഈ ടിന്നിൻ്റെ 4 ഭാഗത്തും മൈദപ്പൊടി ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല ഒട്ടാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായി വെച്ച് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമില്ല. അത് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. അത് നിർബന്ധമില്ല. ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. കുറച്ച് എണ്ണ തടവിയിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പം നമുക്ക് കേക്ക് ടിന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാ ഞാനൊരു ബൗളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങളിൽ ഒന്നും തന്നെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ കേക്ക് ഒരു കാരണവശാലും നന്നായിട്ട് വരില്ല. അതൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളെ ബാറ്റർ നല്ല കട്ടിയായിട്ട് വരും. അപ്പം നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഓരോ സ്പൂണ് വെള്ളം എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊണ്ടുവരിക. അധികം ലൂസാവാനും അധികം ടൈറ്റ് ആവാനും പാടില്ല ബാറ്റർ. അപ്പം ഞാനത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ബാറ്ററിൻ്റെ ഒരു പരുവം എന്നുള്ളത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ബാറ്റർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഞാൻ മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ മുട്ടയൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, കേക്കിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കേക്ക് നന്നായി വരും. അപ്പം ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട, 1 ടീസ്പൂൺ മതിയാകും. ബാറ്റർ കുറച്ചുകൂടെ കട്ടിയുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കേണ്ടി വരും. അപ്പം ഞാൻ 1 സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് 2 പാത്രത്തിലാക്കിയിട്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ 2 പാത്രത്തിലേക്ക് ഈ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരേ അളവിൽ 2 പാത്രത്തിലാക്കി മാറ്റി വെക്കാം. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യും. ഒന്ന് പ്ലെയിൻ ആയിട്ടും വേണം. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കറിയൊന്നും മിക്സ് ചെയ്യുന്ന പോലെ അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ശരിയായിട്ട് വരില്ല. അങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ, കൊക്കോ ബാറ്റർ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്, മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ മിക്സായി വരണം. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രം എടുത്തോളൂ. കാരണം ഇത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് കുറച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട്. വലുതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ അതാ ഞാൻ ബാറ്റർ എല്ലാം റെഡിയായി നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് കേക്ക് ടിൻ ആദ്യം എടുക്കുക. അതിനുശേഷം പ്ലെയിൻ ബാറ്റർ ആദ്യം തന്നെ ടിന്നിൻ്റെ നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കൊക്കോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മേലെ ഇനി നമ്മൾ കൊക്കോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ബാറ്റർ തീരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊരു മാർബിൾ ഡിസൈനൊക്കെ പോലെ നല്ലൊരു ഡിസൈനായിട്ട് ഇത് മാറും. അപ്പം ഞാനൊക്കെ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന കാലത്ത് ആദ്യം ചെയ്തിട്ടുള്ള കേക്കാണിതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ തുടക്കക്കാർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും. കാരണം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ ബേസാണ് പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐസിങ്ങൊക്കെ ഓരോരാളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. ഇഷ്ടമുള്ളവർ ചെയ്യാൻ പറ്റും.
പക്ഷെ നമുക്ക് ബേസ് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഒരു സ്പോഞ്ച് കേക്ക്, ഒരു വാനില കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് അത് വെച്ചിട്ട് ഏത് രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റും ഐസിങ് കൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ബേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കേക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നത് നന്നാവുന്നില്ല എന്ന ഒറ്റൊരു കംപ്ലൈൻ്റാണ്. കാരണം ഹാർഡായി പോകുന്നു എന്നുള്ളതാണ്. ഹാർഡായി പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിൽ തെറ്റ് വരുന്നത് കൊണ്ടാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കൂടുതലായിപ്പോയാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ അതിനൊക്കെ ഒരു മെഷർമെൻ്റ് ഉണ്ട്, അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കായത്. അതിന് എല്ലാവരും ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഓവൺ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും കേക്ക് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കുക. ഗ്യാസിൽ വെച്ചാൽ ഏറ്റവും സിമ്മിൽ വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാം. അതിൻ്റെ അടിയിൽ പാത്രത്തിലേക്ക് നമ്മൾ ഒരു റിങ് വെച്ച് കൊടുക്കുക. നമ്മൾ പാത്രത്തിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ഒരു റിങ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കേക്ക് ടിന്ന് അതിൻ്റെ മേലെ വെച്ചിട്ട് അടച്ച് വെച്ച് നല്ല വെയിറ്റ് വെക്കുക, മൂടീൻ്റെ മേലെ, അടപ്പിൻ്റെ മേലെ. എന്നിട്ട് 45 മിനിറ്റ് ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഇപ്പോഴാണ് ഓവനിൽ ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കുക്കറിലും നമ്മുടെ സാധാരണ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടാണ് കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും, ഓവനിലെ പോലെ തന്നെ. ഇപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഒരു ചെറിയ ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്യാം.